ഇതിനകത്ത് സെക്കൻഡ് ഓണർഷിപ്പ് ആയി വണ്ടി. ആ ഒരു കാരണം കൊണ്ട് നല്ല മാറ്റത്തിൽ കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊരു 13,85,000 കൊടുക്കാം. 22 ലക്ഷം റുപ്യ പുതിയ വില വന്നിരുന്നുണ്ട്. 2022 മോഡൽ ഓടിയിട്ടുണ്ട്. മാനുവലാണ്, മൈലേജ് ഉള്ള വണ്ടിയാണ്. പെട്രോൾ ഡീസൽ മാനുവൽ. പുതിയ വണ്ടിയുടെ ക്വാളിറ്റി തന്നെ അത്രയും വൃത്തിയിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. ചെറിയ പെയിന്റ് ടച്ചപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. കിലോമീറ്റർ മൈലേജ് നല്ലോണം കിട്ടും. അത് ഹൈബ്രിഡ് ആണ് തന്നെ. ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ഉപയോഗിച്ച കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ഹൈബ്രിഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സഫാരി കാസിൽ വെച്ച് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അൻപാൽക്കാരുടെ അനിയൻ ഹംദാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹംദാൻ, ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങളാണ്. നമ്മുടെ പുറകിൽ കാണുന്ന പോലെ കോമ്പാക്ട് SUVs ആണ് കൂടുതലുള്ളത്. ലോ കിലോമീറ്റർ പുതിയ വണ്ടി ഷോറൂമിൽ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് പോകുന്നുണ്ട്. 1000 കിലോമീറ്റർ ഓടിയത് 4000 കിലോമീറ്റർ കൂടിയ വണ്ടികളുണ്ട്. എല്ലാ മാറ്റത്തിൽ കൊടുക്കാൻ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവിൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. അപ്പോൾ സഫാരി കാസിനെ പറ്റി അറിയാത്തവർക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ്. പെരിന്തൽമണ്ണ, നിലമ്പൂർ, മഞ്ചേരി അല്ലേ, ഈ മൂന്ന് സ്ഥലത്തുനിന്നും ഏകദേശം 25-30 കിലോമീറ്ററിൻ്റെ ദൂരം അതാണ് വരുന്നത്. കരുവാരക്കുണ്ട്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇവരുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പ്രീമിയം വണ്ടികളുടെ ചെയ്തിട്ടുണ്ട്. പ്രീമിയം SUVസും അതേപോലെ തന്നെ സെഡാൻ വണ്ടികളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ എപ്പിസോഡ് എടുത്ത് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ആൻഡ്രോയിഡും ഉണ്ട്, അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഉണ്ട് അല്ലേ. ആപ്പ് സ്റ്റോറിലും സഫാരി കാസിൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് സ്റ്റോക്കും നിങ്ങൾക്ക് അതിലും ലഭിക്കുന്നതാണ്, കാണാൻ കഴിയും. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. നമുക്ക് ആദ്യം ഒരു ലോ കിലോമീറ്ററിൽ തന്നെ തുടങ്ങാം. ഹ്യുണ്ടായി അൽക്കാസറാണ്. ഒരു 7 സീറ്റർ ആണല്ലോ. ഓക്കെ, 6 സീറ്റർ വരുന്നുണ്ട്, 7 വരുന്നുണ്ട് ഇതിൽ. അത് 7 ആണ്. ആകെ 5 മാസം പഴക്കമുള്ളൂ. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21,4 ലക്ഷം റുപ്യ പുതിയന് വില വരുന്ന വാഹനമാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? പ്രസ്റ്റീജ് സ്റ്റാർട്ടിങ്. ഓക്കെ, പെട്രോളില് മാനുവൽ ആണ്. 21,4 ഈ കസ്റ്റമറിന് ഓൺ റോഡ് പ്രൈസ് വന്ന വണ്ടിയാണ്. 21,25,000 2024 എന്താ പറയാ, വെറും 5 മാസമായിട്ടുള്ളൂ. അത്രയും പഴക്കമുള്ള വാഹനമാണ്. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4000 കിലോമീറ്റർ. 21,4 ഓൺ റോഡ് പ്രൈസ് വന്ന വണ്ടിയാണ്. ഇനി നമുക്ക് അതിന്റെ പ്രൈസിലേക്ക് വരാം. അതിന് മുന്നേ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നില്ലേ വാഹനത്തിൽ? ഓപ്ഷൻസും വർക്കിംഗ് ആണ്. ഇതിൽ തന്നെ പ്രസ്റ്റീജിൽ തന്നെ സൺറൂഫ്, അലൈവീല്, ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഈ പ്രസ്റ്റീജ് ഓപ്ഷനിൽ തന്നെ വരുന്നുണ്ട് അല്ലേ. സ്റ്റാർട്ടിംഗ് ഓപ്ഷനിൽ തന്നെ അത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ് ഹ്യുണ്ടായിയുടെ ഒരു 7 സീറ്റർ വാഹനം. ഇനി പ്രൈസിങ് അറിയട്ടെ. 17,25,000 കൊടുക്കാം. 17.5 ലക്ഷം രൂപയ്ക്ക്. 21,4 ചോദിക്കുന്നത്. 4 ലക്ഷം രൂപ കുറവുണ്ട്. ഓരോ 1000 കിലോമീറ്ററിനും ഓരോ ലക്ഷം വെച്ച് കസ്റ്റമറിന് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞു. ഇനി ചിലപ്പോൾ നിങ്ങൾ എടുത്തിട്ട് വിറ്റാൽ ഇത്ര ഒരു മാറ്റം വരണമെന്നില്ല. ഇനി ഇതിന്റെ പകുതി വരുള്ളൂ. അതേ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെടുത്ത് വിറ്റാലും ഇത്രയും ഒരു മാറ്റം വരണമെന്നില്ല. അപ്പോൾ ഈ ഒരു വാഹനം പുതിയ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. വെറും 4000 കിലോമീറ്റർ ഓടിയ. ഇനിയും 3 വർഷം 4 വർഷം എത്ര വാറണ്ടി കൊടുക്കുന്ന കമ്പനി ഉണ്ടല്ലോ. കമ്പനി തന്നെ 5 വർഷം വാറണ്ടി 5 വർഷം കൊടുക്കുന്നുണ്ട്. 3 വർഷം എന്തായാലും ഉണ്ട്. അതിലൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, 3 വർഷം ഉണ്ടെങ്കിൽ തന്നെ 2028 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. നിങ്ങൾക്ക് 4 ലക്ഷം രൂപ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ. ബാക്കി ലോണിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയില്ല. കാരണം എന്ന് വെച്ചാൽ സഫാരി കാസിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളെല്ലാ വീഡിയോസിനും പറയുന്നത് നമ്മൾ ഏകദേശം 2019 തൊട്ട് അങ്ങനെ 19-20 തൊട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല വീഡിയോ. അന്ന് തൊട്ട് പറയുന്നുണ്ട് ലോണിൻ്റെ ഇത് ഇവിടെ ഇല്ല, പ്രൊവൈഡ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ടൈമും കാര്യമൊക്കെ ഇവർ തരും. നിങ്ങൾ പുറത്തുനിന്ന് അറേഞ്ച് ആക്കാൻ പറ്റും. പല ഏജൻസീസും ഉണ്ട് ലോണിൻ്റെ. ലോൺ കിട്ടാത്ത പ്രശ്നം ആവശ്യപ്പെടാൻ എനിക്ക് ഒരാഴ്ച സമയമാണ്, 10 ദിവസം സമയമാണ് ഫണ്ട് അറേഞ്ച് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു ടോക്കൺ കൊടുത്തിട്ടാലും നിങ്ങൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാനുള്ള ടൈമും കാര്യമൊക്കെ ഇവർ തരും. പക്ഷേ ഇവർ ഡയറക്റ്റ് ലോൺ കൊടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ 4 ലക്ഷം രൂപ വ്യത്യാസത്തിൽ ഈ ഒരു മുതലിനെ സ്വന്തമാക്കാം. 17,25,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. 2024 അൽക്കാസർ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് പെട്രോളല്ലേ? പെട്രോൾ മാനുവൽ. മൈലേജ് ഒരു 10-15 ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരെ ഡ്രൈവറെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു 10-15 ഉള്ളിലായിട്ട്. പെട്രോൾ മാനുവൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒന്നുകൂടെ കുറയും. അടുത്തത് കിയ സോണറ്റ് ആണ്. ഒരു കോമ്പാക്ട് SUV ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് GT ലൈനാണ് അല്ലേ. ഒരു അടിപൊളി കളറും കളറ് റീപെയിന്റ് ഇല്ല, ടച്ചപ്പ് ഇല്ല. ഏറ്റവും ഹൈലൈറ്റ് വെറും 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ലോ കിലോമീറ്റർ 1000 മാത്രം ഓടിയ വാഹനം. 2023 മാനുഫാക്ചർ, 24 രജിസ്ട്രേഷൻ, 24 രജിസ്ട്രേഷൻ. ഡീസൽ IMT.
ഓക്കെ, ഡീസലാണ്. IMT എന്ന് വെച്ചാൽ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് വാഹനം തന്നെ. ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാം, ക്ലച്ച് ഉണ്ടാവില്ല. അതേ ഉള്ളൂ. ഗിയർ നമുക്ക് നോർമൽ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കളിക്കാം. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. പുതിയൊരു വണ്ടി എടുക്കാൻ മുന്നിൽ ധൈര്യമായിട്ട് പോന്നോട്ടെ. 2-2.5 ലക്ഷം റുപ്യന്റെ കുറവുണ്ടാവും. എങ്ങനെയായാലും ഒരു 18 റേഞ്ച് മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. IMT ആയതുകൊണ്ട് കിട്ടും. 18 റേഞ്ച് മൈലേജ് ഉണ്ട്. ഏറ്റവും ടോപ്പനാണ്. സീറ്റ് വെന്റിലേഷനും ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. സൺറൂഫ്, അലോയ് വീല്, ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ സംഭവങ്ങളും, എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു അടിപൊളി കോമ്പാക്ട് SUV ആണ്. നല്ലൊരു കളറും. ഞാൻ ഇതുവരെ സോണറ്റ് ഈ ഒരു കളർ നല്ല രസമുള്ള കളറാണ്. സെൽട്ടോസ് BMW വരുന്ന കളർ ഉണ്ട്. അതെ അതെ, അതുപോലത്തെ ഒരു എന്താ മിഡ് നൈറ്റ് ബ്ലൂ എന്താ ഇതിന് പറയാ, അങ്ങനത്തെ ഒരു കളറല്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ എങ്ങനെയാ ഇപ്പോൾ 2.5 ലക്ഷത്തിന് കുറവെന്ന് പറയാം? 15,90,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 15,90,000 വെറും 1000 കിലോമീറ്റർ ഓടിയ വാഹനം അല്ലേ? 18,5-18 ലക്ഷം റുപ്യോളം ഇതിന് പുതിയത് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ് പറഞ്ഞുള്ളൂ. അതിന് 17 സംതിങ്ങേ വിലയുള്ളൂ. 17.25 പറഞ്ഞുള്ളൂ. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ഇത് അന്നിറങ്ങുമ്പോൾ 18 സംതിങ് വരുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് 15,90,000 രൂപയ്ക്ക് ഈ ഒരു GT ലൈൻ ഡീസൽ IMT കിയ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മൈലേജും എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു വാഹനമാണ്. മാക്സിമം ലോൺ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നല്ല, പുറത്തുനിന്ന് ഒരു 90% വണ്ടിക്ക് ലോൺ എന്തായാലും ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ട്രാക്ക് കോഡ് അനുസരിച്ചിരിക്കും ലോണിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ, ഇതൊന്നും പിന്നെ വില കൂടുതലാണെന്ന് ആൾക്കാർ പറയേണ്ട ആവശ്യമില്ല. പുതിയതിനെക്കാട്ടിലും കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, 1000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് മാത്രമല്ല ഇതിന്റെ വാറണ്ടി 4 വർഷം ഉണ്ടാവും. എന്തായാലും കിയക്ക് 5 വർഷം വാറണ്ടി. 5 വർഷം വാറണ്ടി. അങ്ങനെയാണെങ്കിൽ 24 ഇറങ്ങിയത് 29 വരെ, 29 5-ാം മാസം വരെ വാറണ്ടി ഉണ്ടാവും. 2029. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം ടൊയോട്ടയുടെ ഹൈറൈഡർ ആണ് അല്ലേ? എങ്ങനെയാണ് ഹംദാന കാര്യങ്ങൾ? 2023 11-ാം മാസം വണ്ടി. 11-ാം മാസം. 10,000 കിലോമീറ്റർ ഓടി. 10,000 സർവീസും ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ വന്ന വണ്ടിയാണ്. ഓക്കെ, ഏത് ഓപ്ഷൻ വരുന്നത്? ടോപ്പാ? അല്ല, ഇത് മിഡിൽ G ആണ് വരിക. G ഹൈബ്രിഡ്. 23 ലക്ഷം റുപ്യ ഓൺ റോഡ് പ്രൈസ് വന്ന വണ്ടിയാണ് അല്ലേ? ഇപ്പൊ ഈ ഓണത്തിന്റെ ഓഫറിൽ 22.5 വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ കറക്റ്റ് കൊട്ടേഷനൊക്കെ ഷോറൂമിൽ നിന്ന് എടുത്താ. 22 കൊടുത്തിട്ടുണ്ട്. 23 തന്നെ വില ഉണ്ട്. ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബുക്കിംഗ് ഇല്ലാതെയും കൊടുക്കുന്നുണ്ട് ചില ഷോറൂമുകളിലൊക്കെ. ഓക്കെ, 2 ലക്ഷം റുപ്യ കുറച്ച് കൊടുക്കാൻ മതി. പുതിയ വില 2 ലക്ഷം കുറച്ച് നമുക്കൊരു 21-20-90 ഫൈനലായിട്ട് കൊടുക്കാം. 20,90,000 രൂപയ്ക്ക് 2023 11-ാം മാസം വാഹനമാണ്. 24 രജിസ്ട്രേഷൻ ഉണ്ടോ? ഇല്ല, 23 11-ാം മാസം വാഹനം. എന്താണെന്ന് വെച്ചാൽ ടൊയോട്ട ആകുമ്പോൾ ഇത്രയും നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടുള്ളൂ. ടൊയോട്ടയും മാരുതിയും പിന്നെ അതിൽ കിങ് ആണ് റീസെയിലിൽ. അപ്പൊ ഇത്രയും മാറ്റം വരുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള സെയിം മോഡൽ വണ്ടിന്റെ 4-5 ലക്ഷം കുറച്ചൊക്കെ ഉള്ളത് ടൊയോട്ടനെ സംബന്ധിച്ച് അത്രയും മാറ്റം വരുള്ളൂ. ഡിപ്രിസിയേഷൻ അത്രയും. അതെ, പിന്നെ ഇത് കിലോമീറ്റർ മൈലേജ് നല്ലോണം കിട്ടും. അത് ഹൈബ്രിഡ് ആണ്. തന്നെ 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ഇത് ഉപയോഗിച്ച കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ഹൈബ്രിഡ്. ഓക്കെ, മൈലേജ് അത്യാവശ്യം കിട്ടും. അപ്പോൾ ഉപയോഗിച്ചവരുടെ ഇത് തന്നെയാണ് പറയുന്നത്. ഹൈബ്രിഡിൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ടൊയോട്ട ഇപ്പോൾ പുതിയ ഇറക്കുന്ന വണ്ടിക്കൊക്കെ ഭയങ്കര അവകാശവാദങ്ങളാണ് അല്ലേ? ഓക്കെ, ഇതിൽ ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരും. കുറഞ്ഞ എമൗണ്ടിന്റെ ഇതും ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം അവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എടുക്കുന്ന ആൾക്കാർക്ക് ഇനി എടുത്ത് ഉപയോഗിച്ചാൽ മതി. സർവീസ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ലാസ്റ്റ് സർവീസ് 10 കഴിഞ്ഞു. സർവീസ് കഴിഞ്ഞു. 10,000 ചില്ലറ കുറഞ്ഞ കിലോമീറ്റർ മാടെ ഓടിയിട്ടുണ്ട്. 50 കിലോമീറ്റർ 100 കിലോമീറ്ററിന്റെ ഉള്ളിൽ 10,000 കഴിഞ്ഞു. 10,000 സർവീസ് കഴിഞ്ഞു. ഇനി അടുത്ത 20,000 നിങ്ങൾ ഒരു സർവീസ് ചെയ്താൽ മതി. കമ്പനി വാറണ്ടി തന്നെയാണുള്ളത്. സീറോ ക്ലെയിം ആണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം വണ്ടി എങ്ങനെയാണോ അതേ അത്രയും കണ്ടീഷൻ അണ്ടർ വാറണ്ടി തന്നെയുള്ള ഒരു അടിപൊളി വാഹനം. എത്രക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എത്രയാണ് റേറ്റ്? നമുക്ക് 20,90,000 രൂപയ്ക്ക് ഫൈനലായിട്ട്. ഓക്കെ, 20,90 ഫൈനൽ റേറ്റ് ആണ് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടി, അടുത്തൊരു സെമി പ്രീമിയം കോമ്പാക്ട് SUV അല്ലേ? KL 65 രജിസ്ട്രേഷനുള്ള സ്കോഡ കുഷാക്കാണ്. 2021 മോഡൽ, 22 രജിസ്ട്രേഷനുള്ള 1.5 ഫുൾ ഓപ്ഷൻ മാനുവൽ. ഏറ്റവും ടോപ്പ് വേരിയന്റ് മാനുവലാണ്. അന്ന് ഇതിന് 22.5 ലക്ഷം റുപ്യ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്ന വണ്ടിയാണ്. ഇതിപ്പോൾ എത്ര ഓട്ടം പോയി? ഇപ്പോൾ 19,000 കിലോമീറ്റർ. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ 21 മോഡൽ 22 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. ഓക്കെ, ഇതിനകത്ത് സെക്കൻഡ് ഓണർഷിപ്പ് ആയി വണ്ടി. ആ ഒരു കാരണം കൊണ്ട് നല്ല മാറ്റത്തെ കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊരു 13,80,000 രൂപ കൊടുക്കാം. 22.5 ലക്ഷം റുപ്യ പുതിയ വില വന്നിരുന്നുണ്ട്. അപ്പൊ രണ്ടാണ് ഡിവൈഡ് ചെയ്തു ഡിപ്രിസിയേഷൻ. അതുകൊണ്ട് ഇത്ര വില കിട്ടി. ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ എത്ര കുറച്ച് കുറയാൻ കാരണം ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. പുതിയ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ആള് സെക്കൻഡ് ഓണർ ആവുള്ളൂ. ഓൾറെഡി സെക്കൻഡ് ഓണർ ആയി. ഇനി തേർഡ് ഓണർ ആകുമ്പോൾ അതിന്റെ മാറ്റത്തിൽ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 89 രൂപയുടെ അടുത്ത് 89 ലക്ഷത്തിന്റെ അടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു ഈ ഒരു വാഹനത്തിൽ. 13,85 കൊടുക്കാം നമുക്ക്. ഓക്കെ, 13,85 ഫൈനൽ റേറ്റിൽ നിങ്ങൾ 19,000 ഓടിയിട്ടുള്ളൂ. പിന്നെ 1.5 ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഇത് സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ്, അലോയ് വീല്, ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന
ടോപ്പ് വേരിയന്റ് വണ്ടി. ഏറ്റവും ടോപ്പ് വാഹനം. ഒരു പെർഫോമൻസ് കോമ്പാക്ട് SUV ആണ്. സേഫ്റ്റിയും പെർഫോമൻസും കൊടുത്തു വിടാൻ പറ്റിയ ഒരു വാഹനം അല്ലേ? അപ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വില വ്യത്യാസത്തിൽ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. മാക്സിമം ലോൺ കിട്ടാൻ ചാൻസ് ഉള്ളൊരു വാഹനം തന്നെയാണ്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും കിയ സോണറ്റ്. ഒരു വൈറ്റ് സോണറ്റ് ആണ്. KL50 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇത് ടോപ്പ് എൻഡ് അല്ല, അതിന് തൊട്ട് താഴെ മാനുവൽ ഓപ്ഷൻ. ഇതിൽ തന്നെ സൺറൂഫും എല്ലാം വരുന്നുണ്ട്. ഓക്കെ, വെന്റിലേഷൻ സീറ്റ് ഇല്ല, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് അല്ലേ? 2022 11 മാസം വണ്ടി. ഡീസൽ മാനുവൽ. അതിന്റെ മൈലേജിൽ കിങ് ആണ്. 20 അപ്പോൾ ഏകദേശം മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, ചെറിയൊരു കോമ്പാക്ട് SUV ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മൈലേജിൽ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വാഹനമാണ് കിയ സോണറ്റ് എന്ന് പറയുന്നത്. 22 എന്ന് പറയുമ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? എക്സ്റ്റെൻഡ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് കിയക്ക് വാറണ്ടി 5 വർഷം കൊടുക്കുന്നുണ്ടല്ലോ. അന്നുണ്ടോ? 5 വർഷം അന്നുണ്ടായിരുന്നോ? വാണിങ് നമുക്ക് ഇനി വിളിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൺഫേം ചെയ്തിട്ട് കിയയിൽ വിളിച്ചൊന്നും പാടെ കൺഫേം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. അന്നുണ്ടോന്ന് അറിയില്ല. അന്ന് 3 വർഷം ഉണ്ടെങ്കിൽ തന്നെ 11 മാസം 11 മാസം വരെ എന്തായാലും ഉണ്ടാവും വാറണ്ടി. ബാക്കി നമുക്ക് നോക്കാം എന്തായാലും. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ? ഇത് 60,000 കിലോമീറ്റർ. 60,000 ഡീസൽ വണ്ടിയാണ്. അതിൻ്റെ റോട്ട് എന്തായാലും അത്യാവശ്യം ഓടിയിട്ടുണ്ട്. പക്ഷെ ഉള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ്. പ്രോപ്പർ സർവീസ് ആണ്. ഷോറൂമിൽ തന്നെയാണ് ഫുള്ള് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി തന്നെയാണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? 11,75,000. 11,75 ഡീസൽ മാനുവൽ വാഹനം. 2022 HTX ആണ് വരിക. ഓപ്ഷൻ വരുന്നത്. സീറ്റ് വെന്റിലേഷൻ ഒഴികെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം. ഓക്കെ, കിലോമീറ്റർ ഓടിയതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. നമുക്ക് 11,75 ഇനി വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും മാറ്റം റേറ്റിൽ വരുത്തി കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ഈ വണ്ടിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. അടുത്ത വണ്ടി നമ്മൾ നേരത്തെ ഒരു സോണറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മിഡ് നൈറ്റ് ബ്ലൂ. സെയിം സെൽട്ടോസ് ആണ്, സെയിം കളർ. KL71 ഇവിടെ തന്നെ നിലമ്പൂർ രജിസ്ട്രേഷൻ വരുന്ന സോണറ്റിന്റെ കാരണമല്ലേ? അതെ, കാരണം. ഓക്കെ, കാരണം ഒരു ദിവസം ഇവിടെ ഒക്കെ കേട്ടതാണ് അല്ലേ? ഓക്കെ, കോഴിക്കോട് ഇവിടെ ഒക്കെ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡല്. 50,000 അടുത്തോടി. 45 50 ഉള്ളിലായിട്ട് കിലോമീറ്റർ. ഓക്കെ, 22 മോഡൽ. അത്യാവശ്യം ഓടിയിട്ടുണ്ട്. മാനുവലാണ്. മൈലേജ് ഉള്ള വണ്ടിയാണ്. പെട്രോൾ ഡീസൽ മാനുവൽ. ഓക്കെ, നമുക്കൊരു 14,75,000 രൂപ കൊടുക്കാം. 14.25 ലക്ഷം രൂപയ്ക്ക് 2022 45,000 കിലോമീറ്റർ. ഒറിജിനൽ കേരള ഫസ്റ്റ് ഓണർ. നമ്മളോട് കരുവാറിന് പുതിയ ഇറങ്ങിയ വണ്ടി. ആ ഒരു ഓട്ടം വന്നുകൊണ്ടാണ് അവർ മാറ്റം അല്ലേ? ഓക്കെ, എന്താ പറയുക, മൈലേജിൽ നല്ല യൂസിംഗിൽ ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുത്തിട്ട് കൊണ്ടാണ്. ഇതിൽ തന്നെ ബട്ടർഷാട്ടോ അലൈവിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഒരു 18-20 റേഞ്ച് കിട്ടും മൈലേജ്. ഡീസൽ മാനുവൽ ആണ്, അതുകൊണ്ട് തന്നെ ഏകദേശം കിട്ടാൻ ചാൻസ് ഉണ്ട്. മൈലേജ് പിന്നെ കുറെ ആൾക്കാരെ ഡ്രൈവിങ്ങിന് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്നാലും പറയാണ് ഒരു മിനിമം മൈലേജ് 18 കിട്ടും ഏകദേശം. ഓക്കെ, ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് സൺറൂഫ് ഉണ്ടാവില്ല. തേർഡ് ഓപ്ഷൻ. ഓക്കെ, സൺറൂഫ് വരുന്നില്ല. ഡീസൽ മാനുവൽ. ഒരു ഡീസൽ കോമ്പാക്ട് SUV ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വാഹനമാണ്. മൈലേജ് ഉള്ള വണ്ടി. അത് തന്നെ ഏകദേശം ഒരു 90% ഇതിനും ലോണ് ചാൻസ് ഉണ്ട് പാസ്സാവാൻ. 22 എന്ന് പറയുമ്പോൾ 25 വരെ എന്തായാലും ഇതുണ്ട്. 9 മാസം വരെ, 25 9 മാസം വരെ അണ്ടർ വാറണ്ടി തന്നെ. 2 വർഷം പഴക്കമായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കാണിച്ച ഓൾമോസ്റ്റ് വണ്ടികളും വാറണ്ടി തന്നെയാണ്. കമ്പനി വാറണ്ടി ഉള്ള വാഹനങ്ങളാണ്. ഓക്കെ, ഇനി ഉണ്ട് 1-2 വണ്ടിയും കൂടെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. റെനോ ക്യാപ്ചർ ആണ് അടുത്ത വാഹനം. ഒരു കോമ്പാക്ട് SUV തന്നെ. മൈലേജ് ഉള്ള ഒരു ബഡ്ജറ്റിൽ ഡീസൽ വണ്ടിയാണല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ, 2018 മോഡല്. ഒരുപാട് ഓപ്ഷൻസ് വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് അല്ല. ഇതിന് ഏകദേശം 15-16 ലക്ഷം രൂപയോളം വില വന്നിരുന്ന വണ്ടിയാണ്. ഓക്കെ, റിനോൾട്ട് ആയതുകൊണ്ട് തന്നെ പകുതി മാറ്റത്തിലാണ് വില വരുന്നത്. ഇപ്പൊ ഈ വണ്ടി ഇല്ല. ഇത് 7,75,000 രൂപ കൊടുക്കാം. 7,75 2018 മിഡിൽ ഓപ്ഷൻ. ഫസ്റ്റ് ഓണർ. 60,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. 60,000 മാത്രം ഓടിയ വാഹനം. ഇതിന്റെ തന്നെ കിലോമീറ്റർ കൂടിയത് 1,00,000 മുകളിൽ ഓടിയത് 5.5-ക്കും 6-നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് 66,000 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. അത്രയും നീറ്റും ഉണ്ട് കേട്ടോ വണ്ടി. സീറ്റുമേൽ അടക്കം എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. അത്രയും ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ. കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത്രയും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി കോമ്പാക്ട് SUV ആണ്. അലോയ്സും എല്ലാം വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ വണ്ടി നീറ്റാണ്. അത്രയും പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, മൈലേജും അത് ഒത്തിണങ്ങിയ വാഹനമാണ്. എല്ലാം കൂടി കിട്ടുന്ന 2018 മോഡൽ. അപ്പോൾ എത്രയായിരുന്നു പറഞ്ഞത്? 7,75,000 ഇതിന്റെ റീസെയിലാണ്. ഇനി നിങ്ങൾക്ക് വിൽക്കുമ്പോഴും അതിൻ്റെതായ രീതിയിലുള്ള ഡിപ്രിസിയേഷൻ വരും. അത് നമ്മൾ പറഞ്ഞിട്ട് തന്നെ നമുക്ക് നിങ്ങൾ വിൽക്കുമ്പോഴും അതിൻ്റെ ഒരു ഡിപ്രിസിയേഷൻ എന്തായാലും ഉണ്ടാവും. ഈ ഒരു വിലക്ക് ഇത്രയേറെ ഓപ്ഷൻസ് ഇല്ല. ഇതൊരു വണ്ടി കയ്യിലൊതുങ്ങി കിട്ടും. അതെ, അതാണ് ഹൈലൈറ്റ്. അടുത്ത വണ്ടിയിലേക്ക് ടൊയോട്ട ഗ്ലാൻസ ആണ് അടുത്ത വാഹനം. KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 2022 മോഡല്.
ഫസ്റ്റ് ഓണർ. ഓക്കെ. 16,000 കിലോമീറ്റർ. വി മാനുവൽ, ഫുൾ ഓപ്ഷൻ മാനുവൽ വാഹനമാണ്. 2022 എന്ന് പറയുമ്പോൾ 25 വരെ അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടി ഉള്ള വാഹനം. ഓക്കെ. ആകെ ഒരു പുതിയ വണ്ടിയുടെ ക്വാളിറ്റി തന്നെ, അത്രയും വൃത്തിയിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. ചെറിയ പെയിന്റ് ടച്ചപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് വണ്ടി അല്ല? ഓക്കെ. ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? 8,50,000 രൂപ കൊടുക്കാം. 2022 ഗ്ലാൻസ സംതിങ് പുതിയ വില വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഫേസ് ലിഫ്റ്റ് ആണ്, എന്നാലും ഇത്രയും മാറ്റക്കേട് ടൊയോട്ട ആയതുകൊണ്ട്. ഓക്കെ. 2022 ഗ്ലാൻസ വിയോ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനം, അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. 8,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വരട്ടെ, ഒറ്റുന്ന മാറ്റമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ മാറ്റങ്ങൾ നോക്കാം അല്ലേ? ഓക്കെ. എല്ലാത്തിനും അങ്ങനെ ഫൈനൽ പറയുന്നില്ല, എല്ലാം ചെറിയ മാറ്റത്തിൽ ചെയ്തു. മറ്റുള്ള വണ്ടികൾ മാറ്റത്തിൽ ചെയ്ത് കൊടുക്കാം, ഫൈനൽ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത വണ്ടി 2 കൊറോള അൾട്ടിസ് നമ്മൾ കാണാൻ പോവാണ്. അതിൽ ആദ്യത്തെ വാഹനമാണിത്. പഴയ ഷേപ്പാണ്. ഓക്കെ. ഇതിന്റെ മെയിൻ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ 2010 മോഡല്. ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ കേരള വണ്ടി അല്ല, അതർ സ്റ്റേറ്റ് വണ്ടി ഇവിടെ നമ്പർ ആയതാണ്. ഇതിനകത്ത് ഹെഡ്ലൈറ്റ് വാഷർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നത്. ഇത് നമുക്കൊരു 3,65,000 രൂപ കൊടുക്കാം. നീറ്റ്നെസ്സും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. ഇതിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ലാത്ത താഴെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 2.5-2.25 ഇതിന് വില വരുന്നുള്ളൂ. 2.25 വരുന്ന മാനുവൽ ബേസ് മോഡലും ഉണ്ട്. ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഇപ്പോഴും എല്ലാ ഓപ്ഷൻസും വർക്കിംഗ് ആണ്. സ്റ്റിയറിംഗ് ഒക്കെ നോക്കിയാൽ നീറ്റിലാണ് വണ്ടി ഉള്ളത്. സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ പിടിച്ച് തേയ്മാനം വന്നതിന്റെ 2010 അപേക്ഷിച്ചിട്ട് റീവണ്ടി ആയിട്ട് പോലും ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും മാറിയിട്ടില്ല അല്ലേ? ഓക്കെ. നമ്പർ ആയി കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു കസ്റ്റമർ ഡയറക്റ്റ് അവിടെ പോയി വണ്ടി തന്നെ താല്പര്യപ്പെട്ട് അവിടെ പോയി ഡയറക്റ്റ് എടുത്ത് കൊടുത്തിട്ട് കുറച്ചാൾ ഉപയോഗിച്ചിട്ട് പിന്നെ എടുത്ത് തന്നതാണ് ഒരു അപ്ഡേഷൻ. അവർക്ക് വേറെ വണ്ടി വേണമെന്നാണ്. ഓക്കെ. അപ്പോൾ 3 ലക്ഷം പാർക്കാൻസൈൽ വണ്ടിയാണ്. 3,60,000 പറയുന്നത്. ചെറിയൊരു മാറ്റം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ. വണ്ടിയുടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല വണ്ടി. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധാരണ വില വെച്ച് കമ്പയർ ചെയ്ത് നോക്കരുത്, ഒരു വണ്ടിയുടെ പ്രത്യേകത ഒന്നും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് 365 2010 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. കണ്ട് നോക്കിയിട്ട് വില കൂടുതലാണെന്ന് ഒരു പറയൂല, വണ്ടി കാണണം വന്നിട്ട്. ഓക്കെ. അടുത്ത വണ്ടി അടുത്ത അൾട്ടിസ് ന്യൂ ഷേപ്പ് ആണ്. KL 60 രജിസ്ട്രേഷൻ വാഹനം, കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ അൾട്ടിസ് ആണ്. ഒറിജിനൽ കേരള GL ആണ്. GL ടോപ്പ് വേരിയന്റ്. ഓക്കെ. ഏകദേശം 24 ലക്ഷം രൂപയോളം ഫുൾ ഓപ്ഷൻ ഡീസലിന് വില വരുന്ന വണ്ടി. ഡീസൽ മാനുവൽ ആണ്, ഒറിജിനൽ കേരള വണ്ടി. നമുക്ക് 10,70,000 മോഡൽ 2015 മോഡൽ. 2015 ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ് ഡീസൽ. ഇതന്നെ നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടി കുറഞ്ഞത് നമുക്ക് 7 ലക്ഷത്തിൻ്റെതും 8.25 ഒക്കെ 16 15 ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഇത് ഫുൾ ആയാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ. 10,75,000 രൂപയ്ക്ക് 2015 ടോപ്പ് എൻഡ് ഡീസൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. മൈലേജ് അത്യാവശ്യം നല്ല ഉണ്ടാവും. 18 കൺഫേം ആണ്. 20, 22 ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട്. 18 എന്തായാലും കിട്ടും. കൺഫേം മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി സെമി പ്രീമിയം കാറ്റഗറീസ് ഉള്ള വാഹനം. അടിപൊളി ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. വലിയ മെയിൻ്റനൻസോ ഒന്നും ഉണ്ടാവില്ല, സാധാ മെയിൻ്റനൻസിൽ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരു വാഹനം. ഓയിൽ സർവീസും കാര്യങ്ങളും ചെയ്ത് പോയാൽ മതി. പിന്നെ കാര്യമായിട്ട് അവർ എന്തെങ്കിലും ബുഷുകൾ മാറിക്കൊടുക്കാനാണ്. അത് 10,000-20,000 കിലോമീറ്റർ എന്തെങ്കിലും ബുഷുകൾ മാറിക്കൊടുക്കാൻ ചെറിയ പൈസ വരുള്ളൂ. ഇത് കേരള വണ്ടി തന്നെയാണ്, ഒറിജിനൽ കേരള. നേരത്തെ കണ്ട അറിയാമായിരുന്നു, ഇത് ഒറിജിനൽ കേരള. വേറെ മോഡലുകളുടെ അൾട്ടിസിന് തന്നെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കുറഞ്ഞ ബഡ്ജറ്റിൽ വേണ്ട ആൾക്കാർക്ക് പറ്റിയത് ന്യൂ മോഡൽ തന്നെ കുറഞ്ഞ റേറ്റിന്റെ ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിൽ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു BMW 320D ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഓഫർ ഇട്ടതായിരുന്നു. ഓഫർ ഇട്ട ഉടനെ തന്നെ ഒരു കസ്റ്റമർ ഏകദേശം കൺഫേം ആക്കി ചെറിയ ടോക്കൺ വന്ന് ഒരാഴ്ച കഴിഞ്ഞ കാലം സ്കിപ്പായി. അതുകൊണ്ട് വണ്ടി വൃത്തിയായി. അന്ന് ആ കണ്ടീഷനിലാണ് നമ്മൾ ഓഫറിൽ ഇട്ടിരുന്നത്. വണ്ടി ഇപ്പൊ നമ്മൾ ടച്ചപ്പ് ചെയ്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി പോളിഷ് ഇന്ത്യയിൽ ക്ലീനിങ് എല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കാം, ചെറിയൊരു മാറ്റത്തിൽ തന്നെ കൊടുക്കാം. അന്ന് നമ്മൾ ചെറിയൊരു റേറ്റ് മോഡൽ കുറച്ചിട്ടേ കൊടുത്തിരുന്നത്. ആ വില നമുക്ക് ഔട്ട് ചെയ്ത് ഫൈനൽ റേറ്റ് ആയി കൊടുക്കാം. അന്നത്തെ പുള്ളിക്ക് കൊടുത്ത വിലക്ക് തന്നെ ഇപ്പോൾ കൊടുക്കാം. ഓക്കെ. ഇതെങ്ങനെ മോഡലും കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു. 2012 മോഡൽ അതർ സ്റ്റേറ്റ് വണ്ടിയായിരുന്നു. അതവിടെ കൊടുന്ന് ലൈഫ് ടാക്സ് അടച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞ് KL 10 നമ്പർ ആയ വണ്ടി. ഇനി ഡോക്യുമെന്റ്സ് എക്സ്പെൻസ് ഒന്നുമില്ല. ആളെ പേര് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് 6,30,000 രൂപ കൊടുക്കാം. 6:30 2012 BMW 320D ആണ്.
അത്യാവശ്യം മൈലേജ് കിട്ടുന്ന മൈലേജ് ഉണ്ടാവുകയും ചെയ്യും. BMW മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വണ്ടി. എല്ലാ ഭാഗങ്ങളും ചെറിയ കേസുകളൊക്കെ എന്തെങ്കിലും സസ്പെൻഷൻ ബുഷുകളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറാണ്ടെങ്കിൽ കസ്റ്റമർക്ക് ചെറിയ മെയിൻ്റെനൻസിൻ്റെ എക്സ്പെൻസ് കണ്ടാൽ മതി. ഞാൻ അവർക്ക് അടുത്തൊരു 30 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എവിടെയും കൊണ്ട് കാണിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെക്കിംഗ് വാറന്റി കൊടുക്കുള്ളൂ. കാക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഓക്കെ, അതെ 2-3 ദിവസത്തെ വാറന്റി മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ 2012 വാഹനം എത്രയായിരുന്നു പറഞ്ഞാൽ 6,30,000 റുപ്യ. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചോദിച്ചത് 6,40 പറഞ്ഞിരുന്നു. 6,40 അല്ല 10 റുപ്യ നമ്മൾ കുറച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ വൃത്തിയാക്കുകയും ചെയ്തു. പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇതിന് 2 ലക്ഷം റുപ്യോളം ടാക്സ് തന്നെ അടച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരു പൈസ നിങ്ങളുടെ പേരിൽ നമ്മൾ മാറ്റി കൊടുക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ. നിങ്ങൾക്ക് ആധാർ കാർഡ് കൊണ്ടുവരിക, വണ്ടിൻ്റെ പൈസ തരിക, കൊണ്ടുപോകും. പേരിലായി കൊടുക്കുക. ആ റേറ്റ് ആണിത്. 6,30,000 രൂപ ഫൈനൽ റേറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പ് സ്റ്റോറിലുണ്ട്, ആൻഡ്രോയിഡിലുണ്ട്. രണ്ടിലും നിങ്ങൾക്ക് കയറി നോക്കാം. സഫാരി കാസ് അതിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ വാഹനങ്ങൾ കിട്ടും. ഒരു 10-70 കൊള്ളിക്കാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് വണ്ടികളുണ്ട്. ഫോർച്യൂണർ, ഇന്നോവ, ക്രിസ്റ്റ, എല്ലാ വണ്ടികളും ഉണ്ട്. എല്ലാ മോഡലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇന്നോവയും ക്രിസ്റ്റയും പിന്നെ ഇവിടെ ബുക്കിംഗ് ആയിരിക്കും അധികം. വിളിച്ചാൽ അറേഞ്ച് ചെയ്ത് കൊടുത്തു. വണ്ടികൾ വരുമ്പോൾ പെട്ടെന്ന് അവരെ അറിയിക്കും. ഓക്കെ, നിങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ മാക്സിമം ഷെയർസ് തന്ന് ഹെൽപ്പ് ചെയ്യുക. ഞങ്ങളുടെ പേജുകൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോ കാണാം. ഹംദാൻ, നന്ദി. എല്ലാവർക്കും നന്ദി.